ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കാണാൻ നല്ല ഭംഗിയുള്ള, കഴിക്കാൻ അതിലേറെ ടേസ്റ്റുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയായിട്ടാണ്. ഇത് നമുക്ക് റവയും പാലാണെങ്കിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റും. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെ നോക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ റെസിപ്പി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി തന്നെ എനേബിൾ ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇതുണ്ടാക്കാനായിട്ട് ഒരു പാനിൽ 1 കപ്പ് റവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. നിങ്ങളുടെ കയ്യിൽ വറുത്തെടുത്ത റവയാണെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഈ പാനിലേക്ക് 1.5 കപ്പ് പാലൊഴിച്ചു കൊടുക്കാം. 1 കപ്പ് റവയ്ക്ക് 1.5 കപ്പ് പാലാണ് വേണ്ടത്. ഇനി ഇതൊന്ന് ചൂടാക്കി എടുക്കണം. തിളപ്പിക്കൊന്നും വേണ്ട, ചൂടാക്കി എടുത്താൽ മതി. ഇതൊരു കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അതിൻ്റെ അടി പിടിച്ചു പോവും. പാല് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നേരത്തെ നമ്മൾ വറുത്ത് വെച്ച റവ ഇതിലേക്ക് കുറേശ്ശെ ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. റവ ചേർത്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യണം, കൈയെടുക്കാതെ മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ അത് കട്ട പിടിച്ചു പോവും. ഇനി പാലിൽ നന്നായിട്ട് ഇതൊന്ന് വാട്ടിയെടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ചെയ്യാൻ. നന്നായി വാട്ടിയെടുത്തിട്ടുണ്ട്. ഈ മാവ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി നല്ലോണം ഒന്ന് സോഫ്റ്റാക്കി കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഡെസിക്കേറ്റ് കോക്കനട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇത് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് തേങ്ങ ചെറിയതും ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള ഷുഗർ സിറപ്പ് തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. 2 ഏലക്കായ കൈക്കൊണ്ടൊന്ന് കഷ്ണം മുറിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഷുഗർ സിറപ്പ് കുറച്ചൊന്ന് കട്ടിയായി വരണം. ഇതിലേക്ക് കുറച്ച് കട്ടിയുള്ള ഷുഗർ സിറപ്പാണ് നമ്മൾ ഈ സ്നാക്സ് ഉണ്ടാക്കുന്നതിലേക്ക് വേണ്ടത്. മീഡിയം ഫ്ലെയിം ഇട്ടുണ്ട്. ഇതൊന്ന് കട്ടിയായി വരാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് കട്ടിയായി വരുമ്പോഴത്തേക്ക് നമ്മുടെ മാവൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. മാവിൽ നിന്ന് കുറേശ്ശെ എടുത്തൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഷേപ്പ് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾ കയ്യിൽ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ കുറച്ച് ഓയിലൊന്ന് തേച്ച് കൊടുത്താൽ മതി. ഈ ഒരു ഷേപ്പിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് ബോൾസായിട്ടോ ഓവൽ ഷേപ്പായിട്ടോ സ്ക്വയർ ഷേപ്പായിട്ടോ കട്ട്ലേറ്റിന് ഷേപ്പായിട്ടോ ഒക്കെ അത് ഉണ്ടാക്കിയെടുക്കാം. നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇത് മുഴുവനായിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. മുഴുവനായിട്ടും ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച ഷുഗർ സിറപ്പിലേക്ക് ചേർത്ത് കൊടുക്കണം. അതിന് നമ്മൾ ഷുഗർ സിറപ്പ് ഈ ഒരു തിക്നെസ്സിലാണ് വേണ്ടത്. നമ്മൾ തൊടുമ്പം ഒന്നിങ്ങനെ നൂല് പോലെ വലിയുന്ന രീതിയിലാണ് വേണ്ടത്. ഇനി ഇത് ഓരോന്നായി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ലോ ഫ്ലെയിമിലിട്ട് 5 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. അപ്പോഴാണ് ശരിക്ക് ഷുഗർ സിറപ്പൊക്കെ ഇതിലേക്ക് പിടിക്കുള്ളൂ. 5 മിനിറ്റിന് ശേഷം മറിച്ചിട്ട് കൊടുത്ത് വീണ്ടും 5 മിനിറ്റും കൂടെ ലോ ഫ്ലെയിമിലിട്ടൊന്ന് മൂടി വെക്കാം. 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഷുഗർ സിറപ്പിൽ നിന്ന് പാത്രത്തിലേക്ക് മാറ്റാം. ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് ഡെസിക്കേറ്റ് കോക്കനട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഡെസിക്കേറ്റ് കോക്കനട്ട് ഇല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ചെറിയ തേങ്ങ കൊണ്ട് ഇങ്ങനെ ചെയ്തെടുക്കാം. ഇനി ഇത് മുഴുവനായിട്ടും ഡെസിക്കേറ്റ് കോക്കനട്ടിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. മുഴുവനായിട്ടും കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ ചെറി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളെ സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. റവയും പാലുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു സ്വീറ്റാണ്. നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുത്ത് സപ്പോർട്ട് ചെയ്യുക.
അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ടേക്ക് കെയർ.